അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് ഉംറ എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിന്റെ സീസണാണ് ഷവ്വാല് മുതൽ ഷവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ ആ ദിവസങ്ങൾ അതിന്റെ സീസണാണ്. അല്ലാഹു തആല നമുക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. അപ്പൊ ഹജ്ജ് ഉംറക്ക് പോകുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കയിൽ 15ഓളം സ്ഥലങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. 15ഓളം സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറെ പണം ചെലവാക്കി പോകുന്നുണ്ട്, അവിടേക്ക് വെറുതെ ഇങ്ങനെ പോയി വരില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളെല്ലാം നാം അറിഞ്ഞുകൊണ്ട് നമ്മൾ മുതലാക്കാൻ നോക്കണം എന്നുള്ളതാണ്. അപ്പോ ഹജ്ജ് ഉംറകളിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കയില്. അതാണ് ഹംസത അശറ മൗദിയം ബി മക്കത്ത യുജാബു ബിഹി ദുആഉ. ഇങ്ങനെ ഒരു സ്ഥലം എവിടെയും പറയാനില്ല. ഒരു 15 സ്ഥലങ്ങൾ ഉത്തരം ലഭിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന 15 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്ഥലം ഏതാണ്? അവ്വലുഹ ജൗഫുൽ കഅബ, കഅബയുടെ ഉൾഭാഗം. അത് നമുക്ക് പോകാൻ അവസരം കിട്ടുമോ എന്നറിയില്ല. അത് പ്രധാനികളായ ആളുകൾ അതിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പോ ജൗഫുൽ കഅബ, കഅബന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ വദ്വാഉ ഇൻദൽ ഹജറിൽ അസ്വദി, ഹജറുൽ അസ്വദിന്റെ അരികിലുള്ള പ്രാർത്ഥന. ഹജറുൽ അസ്വദ് വളരെ മഹത്വമേറിയ ചുംബിക്കേണ്ട ഒരു കല്ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അമ്പിയാക്കളെല്ലാം ചുംബിച്ച ഒരു കല്ലാണ്. ഔലിയാക്കന്മാരെല്ലാം ആ കല്ലിന്റെ അടുത്ത്, ഹജറുൽ അസ്വദിന്റെ അടുത്തുള്ള ദുആക്ക് ഉത്തരവുണ്ട്. അപ്പൊ 2 സ്ഥലമാണ്. ഒന്ന് കഅബയുടെ ഉള്ളിൽ, മറ്റൊന്ന് ഹജറുൽ അസ്വദിന്റെ അടുക്കല്. മറ്റൊന്ന് മൂന്നാമത്തെ സ്ഥലമാണ് വദ്വാഉ ഇൻദ റുക്നുൽ യമാനി, റുക്നുൽ യമാനിയുടെ അടുക്കലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് വദ്വാഉ തഹ്തൽ മീസാബ്, മീസാബിന്റെ താഴ്ഭാഗത്തിൽ. മീസാബ് അല്ലെങ്കിൽ ഒരു വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നതായ ഒരു പാത്തി പോലെ ഇങ്ങനെ കഅബത്തിന്റെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. അതാണ് മീസാബ്. അതിന്റെ താഴ്ഭാഗത്ത്, അടിഭാഗത്ത് അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വദ്വാഉ ഫിൽ ഹിജ്രി മുസ്തജാബുൻ. ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത്, അത് കഅബയുടെ ചുറ്റുമുള്ള അവിടെ അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ഉത്തരമുള്ള സ്ഥലമാണ്. ഹിജർ ഇസ്മായിൽ എന്ന് പറയും. അവിടെ ഉത്തരം ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വദ്വാഉ ഫിൽ മുൽതസമി മുസ്തജാബ്. മുൽതസം അതായത് കഅബയുടെ വാതിലിന്റെ അടുക്കലുള്ള ഒരു ചെറിയ ഗ്യാപ്പിലുള്ള ഹജറുൽ അസ്വദിന്റെ പുറമുള്ള ഒരു സ്ഥലമാണ് മുൽതസിം എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്ത് തിക്കും തിരക്ക് ഇങ്ങനെ കൂടും. അവിടെ ഉത്തരമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ ദുആക്ക് ഉത്തരവുണ്ട്. മഖാം ഇബ്രാഹിം കഅബയുടെ തൊട്ടടുത്തുള്ള ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ നിന്നതായ കല്ലാണ് അതിന്റെ ഉള്ളിലുള്ളത്. അതിന്റെ പിന്നിലാണ് നാം ഇപ്പോ നിസ്കരിക്കുന്നത്. സുന്നത്ത് നിസ്കാരം, തവാഫ് കഴിഞ്ഞാൽ അതിന്റെ പിന്നിലാണ് നിസ്കരിക്കൽ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചത്. അതിന്റെ പിന്നിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വദ്വാഉ ഇൻദ ബീരി സംസമ, സംസം കിണറിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വദ്വാഉ അല സഫ, സഫാ മർവ ഉണ്ടല്ലോ, ആ സഫ എന്നുള്ള അതിലെ ഫസ്റ്റ് നമ്മൾ സഫയിലാണ് കയറുന്നത്. അപ്പൊ സഫ ആ പർവ്വതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ആളുകൾ സഫാ മർവയിൽ നടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് സഫയുടെ മുകളിൽ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതായി നമ്മൾക്ക് കാണാം. അതുപോലത്തെ വദ്വാഉ അലൽ മർവ, മർവയുടെ മുകളിലും പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. അപ്പൊ സഫയും ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്, മർവയും ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ വദ്വാഉ ഫിൽ മൗഖിഫി മുസ്തജാബുൻ, അതുപോലെ തന്നെ അറഫ ദിവസം അറഫയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുള്ള ദിവസവും സ്ഥലവുമാണ്. അതായത് അറഫ എന്നുള്ളത് ഉത്തരം, ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ മശ്അറുൽ ഹറാം, മശ്അറുൽ ഹറാമിൽ എന്താണ് ദുആക്ക് ഉത്തരവുള്ള സ്ഥലം. അതുപോലെ തന്നെ 3 ജംറകൾ ഹജ്ജ് വേളകളിൽ കല്ലെറിയുന്ന സ്ഥലമാണ്. 3 ജംറകൾ.
ആ 3 ജംറകളുടെ അടുക്കലും പ്രാർത്ഥനയ്ക്ക് ഉത്തരവുള്ള സ്ഥലമാണ് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഹജ്ജ് ഉംറയ്ക്ക് പോകുന്ന ആളുകള് പ്രത്യേകമായി ഈ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രത്യേകമായ ഉംറയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഇതിലെ അധിക ഭാഗവും കിട്ടും. അതായത് കഅബയുടെ ഉൾഭാഗം, അതുപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ അടുക്കല് റുക്നുൽ യമാന് കിട്ടും, ഹജറുൽ അസ്വദിന്റെ അടുക്കൽ കിട്ടും, അതുപോലെ തന്നെ മീസാബിന്റെ താഴ്ഭാഗത്ത് ഹിജ്ർ ഇസ്മായിലിൽ, അതുപോലെ തന്നെ മുൽത്തസിമില്, മഖാം ഇബ്രാഹിമിന്റെ പിന്നില്, ബീർ സംസമിന്റെ അടുക്കല്, അതുപോലെ തന്നെ സ്വഫയില്, മർവയില്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു 10ഓളം സ്ഥലങ്ങളിൽ ഉംറക്ക് പോയ ആൾക്കും ഒരു അവസരം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഇതെല്ലാം കിട്ടുന്ന ഒരു 15 സ്ഥലങ്ങളിലും നമുക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ആ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാം ഹജ്ജ് ഉംറകൾ ചെയ്യാൻ തൗഫീഖ്, ഒരുപാട് തവണ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുവാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടും എന്ന് മഹാന്മാർ പഠിപ്പിച്ച ഈ സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും അതിൽ ആഖിറം നേടുന്നവരാവുകയും ചെയ്യണം. അപ്പോ കഅബ ഇതുവരെ നേരിൽ കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. കഅബനെ ആദ്യമായിട്ട് നേരിൽ കാണുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ആളാണെങ്കിൽ കഅബനെ ആദ്യം കാണുന്ന സന്ദർഭത്തിൽ, കഅബനെ ഇങ്ങനെ മക്കത്ത് ഇങ്ങനെ പോയി പള്ളിയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോയിട്ട് അവിടെ എത്തുമ്പോൾ കഅബ ഇങ്ങനെ മെല്ലെ കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല അതെല്ലാം നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹിന്റെ പൊരുത്തത്തിനാണ് നാം ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും എല്ലാം ചെയ്യേണ്ടത്. നാം അതിൽ കൂടുതലായി ചോദിക്കേണ്ട ദുനിയാവിന്റെ കാര്യമല്ല, ആഖിറത്തിന്റെ കാര്യമാണ്. ഈമാൻ സലാമത്തായി മരിക്കാനും, അതുപോലെ തന്നെ ആഖിറത്തിന്റെ കാര്യങ്ങൾ, ഖബറിലെ കാര്യങ്ങൾ, അതെല്ലാം ചോദിക്കണം. ദുനിയാവ് ഏതായാലും അല്ലാഹു തആല നമുക്ക് തരും. അപ്പൊ ആഖിറത്തിന്റെ ചോദിക്കുമ്പോൾ ദുനിയാവ് ഏതായാലും അല്ലാഹു തആല തരും. ദുനിയാവിലെ ഏതൊരാളും എത്ര ഒരു സുഖാനുഭവിച്ചാലും ഒരു ദിവസം ഈ ലോകം വിട്ടു പോകേണ്ടതുണ്ട്. പോയാല് ശാശ്വതമായ ലോകത്ത് ഇമ്മായിലൽ ജന്ന ഇമ്മായിലൽ നാർ, ഒന്നിരിക്കലോ സ്വർഗത്തിലേക്ക് ഒന്നിരിക്കലോ നരകത്തിലേക്ക് എന്ന നിരക്കാണുള്ളത്. അപ്പൊ ഹജ്ജിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ആരെങ്കിലും ഹാജി എന്ന് വിളിക്കാൻ, ഹജ്ജിമാന്ന് വിളിക്കാൻ വേണ്ടി ആകരുത്. നമ്മളുടെ ഹജ്ജും ഉംറയും അല്ലാഹു തആല നമുക്ക് അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്തുള്ള വീഡിയോകളിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.